ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു സർക്കാർ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം? എങ്കിൽ നമുക്കത് ഒരുമിച്ച് പഠിച്ചാലോ? ഓഫീസ് തിരക്കുകളും വീട്ടു ജോലികൾക്കൊക്കെ ഇടയിൽ ഒരു മണിക്കൂർ മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരളം അടിസ്ഥാന വസ്തുതകൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഒരു പുസ്തകവും പേനൊക്കെ കയ്യിൽ വെച്ചിരുന്നോളൂ കേട്ടോ, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വസ്തുതകൾ, കാലാവസ്ഥ, ഭൂപ്രകൃതി, ചുരങ്ങൾ എന്നീ ടോപ്പിക്കുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പടിഞ്ഞാറേ കോണിൽ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലായിട്ടാണ് നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് PSC ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ വിസ്തീർണം. 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. നിലവിൽ വരുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മലബാർ, തൃശ്ശൂർ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, മലബാർ, തൃശ്ശൂർ എന്നീ 5 ജില്ലകളാണ് കേരളം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. 1956 നവംബർ 1 കേരളം നിലവിൽ വന്നത്. അന്നേ ദിവസം നമ്മൾ കേരള പിറവി ദിനമായിട്ട് ആചരിക്കുന്നു. അടുത്തത് കേരളത്തിൻ്റെ അക്ഷാംശവും രേഖാംശവും നോക്കാം. അക്ഷാംശം എത്രയാണ്? 8 ഡിഗ്രി 17 30 12 ഡിഗ്രി 47 40 ഇടയ്ക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ അക്ഷാംശം വരുന്നത്. 8 ഡിഗ്രി 17 30 12 ഡിഗ്രി 47 40. രേഖാംശം 74 ഡിഗ്രി 27 47 77 ഡിഗ്രി 37 12 ഇടയ്ക്കാണ് രേഖാംശം വരുന്നത്. 74 ഡിഗ്രി 27 47 77 ഡിഗ്രി 37 12 ഇടയ്ക്ക്. ഇനി ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം എങ്ങനെയാണ്? തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററും കടൽ ദൈർഘ്യം 580 കിലോമീറ്ററും ആണ്. ഈ ദൂരം എന്ന് പറയുന്നത് 560ഉം ഈ ദൂരം എന്ന് പറയുന്നത് 580 കിലോമീറ്ററും ആണ് കേട്ടോ. ഇനി അതിർത്തികൾ നോക്കാം. കിഴക്ക് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ. നമ്മൾ നേരത്തെ പോലെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കിഴക്കാണ് പശ്ചിമഘട്ടം, പടിഞ്ഞാറ് അറബിക്കടൽ. വടക്ക് കിഴക്കായിട്ട് ഏതാണ്? കർണാടക. തെക്ക് കിഴക്ക് തമിഴ്നാട്. വടക്ക് കിഴക്ക് കർണാടക, തെക്ക് കിഴക്ക് തമിഴ്നാട് എന്നിങ്ങനെയാണ് കേരളത്തിൻ്റെ അതിർത്തികൾ വരുന്നത് കേട്ടോ. അടുത്തത് ഇന്ത്യൻ യൂണിയൻ്റെ ആകെ വിസ്തീർണത്തിൻ്റെ 1.18% കേരളം. ഇന്ത്യയുടെ മൊത്തം വിസ്തീർണം എടുക്കുകയാണെങ്കിൽ അതിൽ 1.18% കേരളം. ഇനി ജനസാന്ദ്രതയിലെ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 3. സാന്ദ്രത എന്ന് പറയുമ്പോൾ ആ ദ്രാലൊരു 3 കിടക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 3. വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 21 കേട്ടോ. വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ഉം ജനസാന്ദ്രതയിൽ 3ഉമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരള ജനസംഖ്യ. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.76% കേരള ജനസംഖ്യ. ഇനി കേരളത്തിൻ്റെ ജനസാന്ദ്രത നോക്കാം. 859 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ്. എന്താണ് ജനസാന്ദ്രത എന്ന് പറഞ്ഞാൽ? ഒരു ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ ഉള്ള ആളുകളുടെ എണ്ണത്തിനാണ് നമ്മൾ എന്താ പറയുക? ജനസാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ 859 പെർ ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ ജനസാന്ദ്രത. ജനസംഖ്യാ വളർച്ചാ നിരക്ക് 4.9 കേരളത്തിൻ്റെ ജനസംഖ്യാ വളർച്ചാ നിരക്ക് വരുന്നത് കേട്ടോ. ഇനി കേരളത്തിനൊരു ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയുണ്ട്. അത് നമ്മുടെ കേരള സർക്കാർ അംഗീകരിച്ച പ്രതിജ്ഞയാണ്. എന്ത്? മലയാളമാണ് എൻ്റെ ഭാഷ എന്നുള്ള പ്രതിജ്ഞ.
അത് ആരുടെ വരികളാണ്? MT വാസുദേവൻ നായരുടെ വരികളാണ്. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ച മലയാളമാണ് എൻ്റെ ഭാഷ എന്നത് ആരുടെ വരികളാണ്? MT വാസുദേവൻ നായരുടെ വരികളാണ് കേട്ടോ. അതേപോലെ കേരളത്തിനൊരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കാനായിട്ട് രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് ആര്? റാണി ജോർജ്. കേരളത്തിനൊരു ഔദ്യോഗിക ഗാനം തിരഞ്ഞെടുക്കാനായിട്ട് രൂപീകരിച്ച പാനലിൻ്റെ കൺവീനറാണ് റാണി ജോർജ്. ഇനി നമ്മുടെ കേരള നിയമസഭയുടെ വാർത്താ പത്രിക ഏതാണ്? അറിവോരം. വാർത്താ പത്രികയാണ് അറിവോരം. കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലാണ് സഭാ TV. സഭാ TVയും അറിവോരവും കേട്ടോ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, വൃക്ഷം തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഏതാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം അല്ലെങ്കിൽ ശാസ്ത്രീയ നാമം നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. കാരണം ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. അല്ലെങ്കിൽ നമുക്ക് സാധാ ക്വസ്റ്റ്യനിലും ചോദിക്കാനായിട്ടുള്ള സാധ്യതയുള്ളതാണ്. എന്താണ് കണിക്കൊന്ന? കാഷ്യ ഫിസ്റ്റുല. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല. വൃക്ഷം ഏതാണ്? തെങ്ങ്. കൊക്കോസ് ന്യൂസിഫറ. നമ്മളെന്താണ് കോക്കനട്ട് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും കൊക്കോസ് ന്യൂസിഫറ. മൃഗം, ഔദ്യോഗിക മൃഗം ആന, എലിഫൻറ്റ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന. ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ബ്യുസറോസ് ബൈക്കോർണിസ്. ഏതാണ്? ബ്യുസറോസ് ബൈക്കോർണിസ്. മത്സ്യം കരിമീനാണ് എട്രോപ്ലസ് സുറാട്ടൻസിസ്. ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ഏതാണ്? ബുദ്ധമയൂരി. പാപ്പിലോ ബുദ്ധ. പഠിച്ചല്ലോ. എറണാകുളത്ത് തന്നെ 2 ഉണ്ട് കേട്ടോ. ഇതിൽ വിമാനത്താവളം എറണാകുളത്ത് തന്നെ 2 ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് 152. ബ്ലോക്ക് പഞ്ചായത്ത് എത്രയാണ്? 152. 941 ഗ്രാമപഞ്ചായത്തുകൾ. 941 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. 87 മുനിസിപ്പാലിറ്റി, 78 താലൂക്ക്. ഇതെനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കൺഫ്യൂഷൻ വരാറുള്ളതാണ്. അപ്പോൾ ഞാൻ പഠിച്ചു വെച്ചത് താലൂക്ക് എന്ന് എഴുതുമ്പോൾ 7 അതായിട്ടൊരു കണക്ഷൻ ഉള്ളത് കണ്ടോ, T7. അപ്പോൾ അങ്ങനെയാണ് 7ൽ. അപ്പോൾ 78 എന്നുള്ളതാണ് എന്ത്? താലൂക്ക് എന്ന് വരുന്നത്. 87 മുനിസിപ്പാലിറ്റി. റവന്യൂ ഡിവിഷൻ എത്രയാണ്? 27. 6 കോർപ്പറേഷനാണുള്ളത്. ഏതൊക്കെയാണ് നമ്മുടെ 6 കോർപ്പറേഷനുകൾ? തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, എറണാകുളം, തൃശ്ശൂർ ആൻഡ് കോഴിക്കോട്. ഇതാണ് നമ്മുടെ 6 കോർപ്പറേഷനുകൾ. തിരുവനന്തപുരം, കണ്ണൂർ, കൊല്ലം, കോഴിക്കോട്, എറണാകുളം, തൃശ്ശൂർ. അടുത്ത എന്താണ്? നമ്മുടെ ലോകസഭാ മണ്ഡലങ്ങൾ. കേരളത്തിലെ ലോകസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 20. 2 സംവരണ മണ്ഡലങ്ങൾ ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ മണ്ഡലങ്ങൾ 9. നിയമസഭാ മണ്ഡലം 140. സംവരണ മണ്ഡലം 16. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവാതെ പഠിക്കണം കേട്ടോ. ഒന്നുകൂടി പറയാം നമുക്ക്. ലോകസഭാ മണ്ഡലം 20. ലോകസഭാ സംവരണ മണ്ഡലം 2. ആലത്തൂരും മാവേലിക്കരയും. രാജ്യസഭാ മണ്ഡലങ്ങൾ 9. നിയമസഭാ മണ്ഡലം 140. കടൽ തീരമുള്ള ജില്ലകൾ എത്ര എണ്ണമാണ്? 9 എണ്ണം. കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണമാണ്. കടൽ തീരമുള്ള ജില്ലകൾ 9, കടൽ തീരമില്ലാത്ത ജില്ലകൾ 5 എണ്ണം. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, പിന്നെ ഏതൊക്കെയാണ്? ഇടുക്കി, പാലക്കാട്, പിന്നെ ഏതാണ്? വയനാട്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട് തുടങ്ങിയവയാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ 5 എണ്ണം. ഉള്ളത് എത്ര എണ്ണമാണ്? 9 എണ്ണം. ഇനി കേരളത്തിലെ വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. 2023 സെപ്റ്റംബർ 5 കുട്ടമ്പുഴ വില്ലേജ് ഇടമലക്കുടിയിലേക്ക് മാറിയതോടെയാണ് ഇടുക്കിയത്. അതുവരെ ആരായിരുന്നു? പാലക്കാടായിരുന്നു വലിയ ജില്ല. സെപ്റ്റംബർ 5, 2023 കൂടി
നമ്മുടെ ഇടുക്കിയായി മാറി. ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. ജനസംഖ്യയുണ്ട്, ജനസംഖ്യ വളർച്ചാ നിരക്കുമുണ്ട്. അത് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ചോദിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ്. ജനസംഖ്യ കൂടുതൽ ചോദിച്ചാൽ മലപ്പുറമാണ്, കുറവ് ചോദിച്ചാൽ വയനാട്. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടുതൽ ചോദിച്ചാൽ മലപ്പുറവും, കുറവ് ചോദിച്ചാൽ ഏതാണ്? പത്തനംതിട്ട. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം, കുറഞ്ഞ ജില്ല ഇടുക്കി. ഇനി സ്ത്രീ പുരുഷ അനുപാതം കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്, കുറവ് ഇടുക്കിയിലാണ്. ഇനി നിങ്ങൾക്കായിട്ടൊരു ചോദ്യം, കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയണേ. ഒരു സംസ്ഥാനവുമായി അതിർത്തി പങ്കിടാത്ത ജില്ലകൾ, അതായത് കർണാടകവുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തി പങ്കിടാത്ത എത്ര ജില്ലകളുണ്ട് നമ്മുടെ കേരളത്തിൽ? അവ ഏതൊക്കെ എന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം പറയണം കേട്ടോ. ഇനി കേരളത്തിലെ 44 നദികൾ, 18 വന്യജീവി സങ്കേതം, 34 കായൽ, 7 ശുദ്ധജല തടാകം. ഒന്നുകൂടി പറയാം. നദികൾ എത്രയാണ്? 44, വന്യജീവി സങ്കേതം 18, കായൽ 34, ശുദ്ധജല തടാകം 7. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇനി കേരളത്തിലെ കാലാവസ്ഥ, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളമാണ്. മൺസൂണിൻ്റെ കവാടം എന്നറിയുന്നത് കേരളമാണ്. കേരളത്തിലെ കാലാവസ്ഥാ മേഖല വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖല. ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം നമുക്ക്. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ നമ്മുടെ 23 ഡിഗ്രി ഉത്തരായന രേഖയുണ്ട്. ഇവിടെ എത്രയാണ്? 0 ഡിഗ്രി ഭൂമധ്യ രേഖയുണ്ട്. അതായത് പറയപ്പെടുന്നത് എന്താണ്? 23 ഡിഗ്രി ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ടുള്ളത് എല്ലാം എന്താണ്? ഉഷ്ണമേഖലയിൽ പെടുന്ന മേഖലകളാണ്. 23 ഡിഗ്രി ഉത്തരായന രേഖയിൽ നിന്ന് തെക്കോട്ട്, മധ്യരേഖയ്ക്കും അതായത് 23 ഡിഗ്രിക്കും 0 ഡിഗ്രിക്കും ഇടയിൽ വരുന്നവയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഉഷ്ണമേഖല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കേരളം ഏത് മേഖലയിൽ പെടുന്നു? ഉഷ്ണമേഖലയിലാണ് കേട്ടോ പെടുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ അടുത്തുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നതിൽ ഉഷ്ണമേഖലയിൽ പെടുന്നവ ഏത് എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ നമുക്കറിയാം 23 ഡിഗ്രി മുതൽ 0 ഡിഗ്രി വരെയുടെ ഇടയിൽ വരുന്നവയാണ് നമ്മുടെ ഉഷ്ണമേഖല എന്ന് പറയുന്നത് കേട്ടോ. ഇനി എത്ര കാലങ്ങളുണ്ട്? 4 കാലാവസ്ഥകളാണ്. ശൈത്യകാലം, വേനൽക്കാലം, ഇടവപ്പാതി, തുലാവർഷം. ഓരോന്നായിട്ട് നോക്കാം. ശൈത്യകാലം എന്താണ്? തണുപ്പായിട്ടുള്ള കാലം, ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. വേനൽക്കാലം ചൂട്, മാർച്ച് ഏപ്രിൽ, നമ്മുടെ വേനൽ അവധി കിട്ടുന്ന കാലം മാർച്ച് ഏപ്രിൽ. ഇടവപ്പാതി അല്ലെങ്കിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ഇടവപ്പാതിയുടെ മറ്റൊരു പേരാണ് എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ സെപ്റ്റംബർ നമ്മുടെ സ്കൂൾ തുറക്കുന്ന നല്ല മഴയുള്ള സമയമാണ് എന്ത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി. തുലാവർഷം നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടിയോടുകൂടി മഴ വരുന്നതാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇടിയോടുകൂടിയ മഴയുള്ള സീസണാണ് തുലാവർഷം, ഒക്ടോബർ നവംബർ. നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മഴയാണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഇനി വേനൽ മഴയുണ്ട്. വേനൽ മഴ എന്താണ്? മാംഗോ ഷവർ എന്നാണ് അറിയപ്പെടുക. നമ്മുടെ കേരളത്തിലെ വേനൽ മഴ എന്ന് പറയുന്നത് മാംഗോ ഷവർ. അതേപോലെ കേരളത്തിലെ ചിറാപുഞ്ചി ഏതാണ്? ലക്കിടി. കേരളത്തിലെ ചിറാപുഞ്ചിയാണ് ലക്കിടി. ഇനി മഴയെ പറ്റി നോക്കാം നമുക്ക്. മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഏത് മാസമാണ്? ജൂലൈ മാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. എവിടെയാണ്? ജൂലൈ മാസത്തിലാണ്. കുറവ് ലഭിക്കുന്നത് എവിടെയാണ്? ജനുവരിയിലാണ് നമുക്ക് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത്. കൂടുതൽ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. ഏതിൽ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്? കോഴിക്കോട്. കുറവ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. കുറവ് ലഭിക്കുന്നതാണ് ചിന്നാറ്. നമുക്ക് നോക്കാം. അതായത് ഈ പ്രദേശം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ ചിന്നാർ എന്താണ്? നമ്മുടെ മഴ നിഴൽ പ്രദേശമാണ് കേട്ടോ. മഴ നിഴൽ പ്രദേശമാണ് ചിന്നാർ. അതാണ് കുറവ് ലഭിക്കുന്ന പ്രദേശം. കൂടുതൽ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. ഇനി നമുക്ക് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇതേപോലെ നമുക്ക് ചൂട് നോക്കാം. ചൂട് കൂടുതൽ ലഭിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട്. കാരണം എന്താണ്? നമ്മുടെ പാലക്കാട് ചുരം വഴി തമിഴ്നാട്ടിൽ നിന്നുള്ള നമ്മുടെ
ചൂടിനെ അങ്ങോട്ട് കടത്തി വിടുന്നത് കൊണ്ടാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നത്. അതേപോലെ തന്നെ പുനലൂർ, ആര്യങ്കാവ് ചുരം വഴി നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? പുനലൂരാണ് കേട്ടോ. അടുത്തതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി. ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? കേരളത്തിൻ്റെ ഭൂപ്രകൃതി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും, എന്നാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ ഭൂപ്രകൃതി. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ്. 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇങ്ങനെയാണ് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് മലനാട് നോക്കാം. എങ്ങനെയാണ്? 48% മലനാടാണ്. നമ്മുടെ കേരളത്തിൻ്റെ 48% മലനാടാണ്. 75 മീറ്ററിൽ കൂടുതൽ ഉയരം, 75 മീറ്റർ കൂടുതലുള്ളതാണ് എന്ത്? മലനാട്. പ്രധാനമായും എന്താണ്? പർവ്വതങ്ങളാണ്. അതേപോലെ കേരളത്തിൻ്റെ കിഴക്കേ വശം കണ്ടില്ലേ, കേരളത്തിൻ്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് എന്തുള്ളത്? നമ്മുടെ മലനാടുള്ളത് കേട്ടോ. അടുത്തതാണ് നമ്മുടെ ഇടനാട്. ഇടനാട് എത്രയാണ്? 42% ഇടനാട്. മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്കായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റെഡ് പോർഷനാണ് എന്ത്? ഇടനാട് എന്ന് പറയുന്നത്. 7.5 മുതൽ 75 മീറ്റർ വരെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? ഇടനാട് എന്ന് പറയുന്നത്. അടുത്തതാണ് എന്ത്? നമ്മുടെ തീരപ്രദേശം. തീരപ്രദേശം എങ്ങനെയാണ്? 10% മാത്രമാണ് തീരപ്രദേശമുള്ളത്. 7.5 മീറ്റർ വരെയാണ് ഉയരം കേട്ടോ. 7.5 മീറ്റർ വരെ ഉയരമുള്ളതിനാണ് നമ്മൾ തീരപ്രദേശം എന്ന് പറയുക. എവിടെയാണ്? ലക്ഷദ്വീപിനോടും അറബിക്കടലിനോടും ചേർന്ന്, തീരപ്രദേശം നമ്മുടെ ലക്ഷദ്വീപിനോടും അറബിക്കടലിനോടൊക്കെ ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്ന ഭൂപ്രകൃതി. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അതായത് എന്താണ്? 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മലനാട്, 7.5 മുതൽ 75 മീറ്റർ വരെയാണെങ്കിൽ ഇടനാട്, 7.5 താഴെയാണെങ്കിൽ തീരപ്രദേശം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി വരുന്നത്. ഓരോന്നായിട്ട് നോക്കാം. മലനാട് എത്രയാണ്? 48%. പ്രധാനമായും പർവ്വതങ്ങളാണ്. വലിയ കുന്നുകളായിരിക്കും നമ്മുടെ മലനാട്ടിൽ കൂടുതലായിട്ടുണ്ടായിരിക്കുക. പർവ്വതങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരം. എത്രയാണ് ശരാശരി ഉയരം? 900 മീറ്ററാണ് മലനാടിൻ്റെ ശരാശരി ഉയരം. പ്രധാന വിളകൾ നോക്കാം. ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, ഏലം. നമ്മുടെ അവിടെ മലപ്രദേശങ്ങളിൽ നമ്മൾ ഏതൊക്കെയാണ് വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നത് എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടുക. ഏതൊക്കെയാണ്? തേയില, കാപ്പി, റബ്ബർ, ഏലം. കേരളത്തിലെ 44 നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന് തന്നെയാണ്? മലനാട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതേപോലെ തമിഴ്നാട്, കർണാടക എന്നീ അതിർത്തികളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് മലനാട്. മലനാട് പ്രദേശത്തിൻ്റെ ഭാഗമായി വരുന്നതാണ് ആര്? നമ്മുടെ പശ്ചിമഘട്ടം, സഹ്യപർവ്വത നിര. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എക്സ്ട്രാ എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് ഗാഡ്ഗിലിനെ പറ്റിയും ഗാഡ്ഗിൽ കമ്മിറ്റീനെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ നമുക്ക് മലനാട് പ്രദേശത്തിൻ്റെ ഭാഗമായി വരുന്ന മലനിരയാണ് പശ്ചിമഘട്ടം അല്ലെങ്കിൽ സഹ്യപർവ്വത നിര. എവിടെ മുതലാണ്? ഗുജറാത്ത് മുതൽ, തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ, തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ നീണ്ടു കിടക്കുന്നതാണ് നമ്മുടെ പശ്ചിമഘട്ടം. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത്, അതായത് തമിഴ്നാട് തിരുവനന്തപുരത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് എന്ത്? അഗസ്ത്യാർകൂടം. എന്താണ് അതിൻ്റെ നമുക്ക് ഉയരം എപ്പോഴും ചോദിക്കാനുള്ളതാണ് അഗസ്ത്യാർകൂടം കേട്ടോ. 1868 മീറ്റർ. അഗസ്ത്യാർകൂടം എത്രയാണ്? 1868 മീറ്റർ. അതേപോലെ ആനമുടിയും ഉണ്ട്. എന്താണ്? ആനമുടി എത്രയാണ്? 2695 മീറ്റർ. ആനമുടി നോക്കാം നമുക്ക്. ആനമുടി എങ്ങനെയാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതേപോലെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയതാണ്. കേരളത്തിലെ ഉയരം കൂടിയത് പശ്ചിമഘട്ടത്തിലാണെങ്കിലും തെക്കേ ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും അതേപോലെ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയത് ചോദിച്ചാലും ആര് തന്നെയാണ്? നമ്മുടെ ആനമുടി തന്നെയാണ് കേട്ടോ. എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
അഗസ്ത്യാർകൂടം എന്താണ് ഒരു സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചത് എത്രയിലാണ്? 2001 അഗസ്ത്യാർകൂടത്തിന് ഒരു സംരക്ഷിത ജൈവ കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. എവിടെയാണ്? നെടുമങ്ങാട് താലൂക്ക്. അത് ചോദിച്ചിട്ടുള്ളതാണ്, ഏത് താലൂക്കാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് താലൂക്കിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് കുട്ടനാട്. നമ്മൾ മലനാടിനൊക്കെ പറ്റി പറയുമ്പോൾ നമുക്ക് പറയാൻ ഉള്ളൊരു ടോപ്പിക്കാണ് കുട്ടനാട്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ പ്രദേശമാണ് ഇത് കുട്ടനാട് എന്ന് പറയുന്നത്. നിരപ്പിൽ നിന്നും ഏറ്റവും താഴെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു പ്രദേശമാണ് ഇത് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ, ഹോളണ്ട്, പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? കുട്ടനാട് തന്നെയാണ്. ഈ പമ്പയുടെ ദാനം PYQ ആണ്, അപ്പം അത് ശ്രദ്ധിക്കും. അതേപോലെ പീഠഭൂമി എന്താണ്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതും മുകൾ ഭാഗം പരന്നതുമായി കിടക്കുന്നതുമായി ഭൂഭാഗം. അപ്പം എന്താണ് പീഠഭൂമി എന്ന് പറയുന്നത്? നമ്മളൊരു ടേബിൾ ആലോചിക്കുക. എങ്ങനെയാണ് ഒരു ടേബിൾ? ചുറ്റുഭാഗത്തെ അപേക്ഷിച്ച് എന്തായിരിക്കും? ഉയർന്നായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെ എന്താണ്? മുകൾ ഭാഗം പരന്നതുമായിട്ടുള്ള ഭൂവിഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? പീഠഭൂമി എന്ന് പറയുക. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാടാണ്. ഇന്ത്യയിലെ ചോദിക്കുകയാണെങ്കിലോ ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. അടുത്താണ് ഇടനാട്. ഇടനാട് എത്രയാണ്? 42% നമ്മൾ പറഞ്ഞു. മലനാടിനും തീരപ്രദേശത്തിനും ഇടയ്ക്ക് 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇനി പ്രധാന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ചോദിക്കും ഇടനാട്ടിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഓപ്ഷനിൽ നോക്കുമ്പോൾ ലാറ്ററൈറ്റ് മണ്ണ് ഉണ്ടാവില്ല. പകരം എന്തായിരിക്കും? ചെങ്കൽ മണ്ണായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ 2 പേരും പഠിച്ചു പോവുക. ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. കേരളത്തിൽ 65% കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് ഏത്? അയേൺ ഓക്സൈഡ്. എന്നാണ് അയേൺ ഓക്സൈഡ്. ലാറ്ററൈറ്റ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവാണ് അയേൺ ഓക്സൈഡ്. അതേപോലെ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്? പരുത്തി മണ്ണ്, കറുത്ത മണ്ണ്, റിഗർ എന്നൊക്കെ അറിയപ്പെടുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? പാലക്കാട്, ചിറ്റൂരാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇനി ഇടനാട്ടിൽ എന്താണ്? നമ്മൾ മലനാട്ടിൽ പറഞ്ഞ വലിയ പർവ്വതങ്ങളും കുന്നുകളും ആയിരിക്കും. ഇവിടെ എന്താണ്? ചെറുകുന്നുകളും താഴ്വരങ്ങളും നദീതടങ്ങളും. ഇത് SCERTയിൽ കൊടുത്തേക്കണ അതേ സെൻറ്റൻസ് ആണ്. അപ്പോൾ നോട്ട് ചെയ്യുക. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമാണ് ഇടനാടിൻ്റെ സവിശേഷത. പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? റബ്ബർ, തേയില, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പൂ, മരച്ചീനി, നെല്ല്, വാഴ. നമുക്ക് അതിനനുസരിച്ച് പഠിക്കാം കേട്ടോ. ഇനി കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം 9, ഇല്ലാത്ത ജില്ലകൾ 5 നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അറബിക്കടലിൻ്റെ റാണി ആരാണ്? അറബിക്കടലിൻ്റെ റാണിയാണ് കൊച്ചി. ഇനി ലക്ഷദ്വീപിനോടും അറബിക്കടലിനോടും ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ തീരപ്രദേശം. 7.5 മീറ്റർ വരെ ഉയരം. ഏറ്റവും കൂടുതൽ കടൽ തീരം എവിടെയാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരം കാണുന്നത് കണ്ണൂരും ഏറ്റവും കുറവ് കടൽ തീരം കാണുന്നത് കൊല്ലവുമാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരം കാണുന്നത് കണ്ണൂരും കുറവ് കടൽ തീരമുള്ളത് കൊല്ലവും. അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിക്കും. ചേർത്തല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല. ഇനി കേരളത്തിലെ നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി. ഏതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ബീച്ച്? മുഴുപ്പിലങ്ങാടി. കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ. നമ്മൾ 6 കോർപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കടൽ തീരമില്ലാത്ത കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. നമ്മുടെ തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകളാണ് നെല്ലും അതേപോലെ തെങ്ങും. പ്രധാന കാർഷിക വിളകൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ചുരങ്ങൾ. എന്താണ്? ഞാൻ പഠിക്കുന്ന രീതിയാണത്. നിങ്ങൾക്ക് ഓരോ ചുരങ്ങൾ നിങ്ങൾ ബൈഹാർട്ടാണ് പഠിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പഠിക്കുക കേട്ടോ. എനിക്ക് ചില കാര്യങ്ങൾ ബൈഹാർട്ട് പഠിച്ചാൽ എനിക്ക് എക്സാമിന് വരുമ്പോൾ അത് ക്ലിക്കാവില്ല. ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ എനിക്കത് മനസ്സിലേക്ക് വരില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് വായിച്ച് പഠിച്ചേ കിട്ടും. പക്ഷേ ചില കാര്യങ്ങൾ എനിക്കൊരു സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ആയിട്ടോ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോഴാണ് എനിക്കത് കൂടുതൽ പെട്ടെന്ന് തന്നെ എനിക്കത് മനസ്സിലേക്ക് വരാറുള്ളത്. അപ്പം ഞാൻ ഈ ലിസ്റ്റുകൾ, മറ്റേ കൺകറൻറ്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതേപോലെ ഈ ചുരങ്ങൾ,
പിന്നെ നമ്മുടെ വിറ്റാമിൻസ്, അതിനൊക്കെ ഞാൻ അങ്ങനത്തെയുള്ള കുറച്ച് സംഭവങ്ങൾക്ക് ഞാൻ കോഡിട്ടാണ് പഠിക്കാറ്. അതായത് എനിക്ക് എത്ര പഠിച്ചാലും തലയിൽ കയറാത്ത സംഭവങ്ങൾ ഞാനൊരു സ്റ്റോറിയോ കോഡോ ഉപയോഗിച്ചാണ് പഠിക്കാറ്. അപ്പോൾ എൻ്റെ ചുരങ്ങളുടെ സ്റ്റോറിയാണിത്. ഞാനൊരു സ്റ്റോറി, അതായത് ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പഠിക്കാറ്. നമുക്ക് നോക്കാം. ചിലർക്ക് ഈ ചുരങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും പഠിക്കാനായിട്ട്. അപ്പോൾ അവർക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, പാലക്കാടൻ കോയയ്ക്ക്, പാലക്കാട്ടിലുള്ള പാലക്കാടൻ കോയയുണ്ട്. കോയയ്ക്ക് എന്താണ്, ഒരു അസുഖം ഉണ്ടായിരുന്നു. അയാളുടെ അസുഖം എന്താണ്, ബോഡി ഇടയ്ക്കിടെ മധുരിക്കുന്ന ഒരു അസുഖം ഉണ്ട് ഇയാൾക്ക്. പാലക്കാടൻ കോയയുടെ അസുഖമാണ് എന്ത്, ബോഡി ഇടയ്ക്കിടെ മധുരിക്കും. അപ്പോൾ എന്താണ്, ഈ മധുരിക്കണോണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക കഴിക്കും. നമ്മളതൊരു സ്റ്റോറി പോലെ മനസ്സിലാലോചിക്കുക. നമുക്ക് ഒരു പാലക്കാടൻ കോയയുടെ മുഖം മനസ്സിലാലോചിക്കുക. ആളുടെ അസുഖമാണ് എന്ത്, ബോഡി ഇടയ്ക്കിടെ മധുരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മധുരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ ഇടയ്ക്ക് പാവയ്ക്ക കഴിക്കുമായിരുന്നു. പക്ഷെ എന്നാലും അയാളുടെ അസുഖം മാറിയിരുന്നില്ല. അപ്പം അയാൾക്ക് അതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷമം ആരോട് മൊഴിയുമെന്ന് ഓർത്തപ്പോൾ പെട്ടെന്നൊരു കന്യക പ്രത്യക്ഷപ്പെട്ടു. തിരുമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടു കേട്ടോ. ഈ വിഷമം ആരോട് മൊഴിയുമെന്ന് ഓർത്തപ്പോഴാണ് തിരുമുമ്പിൽ ഒരു കന്യക പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ കന്യക പറഞ്ഞു, അസുഖം മാറാനായിട്ട് വയനാട്ടിലെ കോഴിത്താമര കഴിക്കണം. എന്താണ് ആ കന്യക പറഞ്ഞു കൊടുത്ത പ്രതിവിധിയാണ് വയനാട്ടിലെ കോഴിത്താമര കഴിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇയാൾ വയനാട്ടിലേക്ക് പോണ വഴി പെരിയാറിൻ്റെ തീരത്തെത്തിയപ്പോൾ ഒരു മാനിനെയും ഒരു മയിലിനെയും കണ്ടു. അപ്പോൾ അയാൾ കുറച്ച് നേരം അതിനിങ്ങനെ നോക്കി നിന്നു. ആളുടെ വിഷമങ്ങളൊക്കെ മറന്ന് ആ മാനിനെയും മയിലിനെയും ഇങ്ങനെ പെരിയാറിൻ്റെ തീരത്ത് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ മാനിൻ്റെയും മയിലിൻ്റെയും പിന്നിലുണ്ടോ ഒരു കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് വന്നിങ്ങനെ നിൽക്കുകയാണ്. കൂർത്ത കണ്ണുള്ള ഒരു പെരുമ്പാമ്പ്, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഒരു കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ് മാനിൻ്റെയും മയിലിൻ്റെയും പിന്നിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഈ മാനിനെയും മയിലിനെയും രക്ഷിക്കാനായിട്ട് ഒരു കമ്പെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ആ സൗണ്ട് കേട്ടിട്ട് കാവിലെ പൂച്ച ചാടി വന്നു. ഈ കമ്പെടുത്ത് എറിയണ സൗണ്ട് കേട്ടിട്ട് എന്ത് ചെയ്തു, കാവിലെ പൂച്ച ചാടി വന്നു. ഇതാണ് നമ്മൾ. അപ്പം നമ്മൾ സ്റ്റോറി കണ്ടു. ഇനി നമുക്ക് സ്റ്റോറി റിലേറ്റ് ചെയ്ത് ഓരോ ചുരങ്ങൾ പഠിക്കാം. പാലക്കാടൻ കോയ എന്താണ്, പാലക്കാട് ചുരം പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്, പാലക്കാടൻ കോയ കേട്ടോ. അടുത്തത്, അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം, ബോഡി ഇടയ്ക്കിടെ മധുരിക്കുന്ന അസുഖമായിരുന്നു. എന്താണ്, ബോഡിനായ്ക്കന്നൂർ, ബോഡി ഇടയ്ക്കിടെ മധുരിക്കും, ഇടുക്കി മധുര, ബോഡിനായ്ക്കന്നൂർ ഇടുക്കി മധുര. അപ്പം അദ്ദേഹം എന്തായിരുന്നു, പാവയ്ക്കായിരുന്നു കഴിച്ചിരുന്നത്, പാവയ്ക്ക. പാൽച്ചുരം വയനാട് കണ്ണൂർ. ഈ വിഷമം ആരോട് മൊഴിയുമെന്നോർത്തപ്പോൾ എന്താണ്, തിരുമുമ്പിൽ ഒരു കന്യക. ആരോട് മൊഴിയും, അരുവാമൊഴി. തിരുമുമ്പിൽ തിരുവനന്തപുരം, കന്യക കന്യാകുമാരി. അരുവാമൊഴി ചുരം തിരുവനന്തപുരത്തെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അസുഖം മാറാൻ കന്യക പറഞ്ഞു കൊടുത്തതാണ് എന്ത്, വയനാട്ടിലെ കോഴിത്താമര. അപ്പം എന്താണ്, വയനാട് കോഴിക്കോട്, വയനാട്ടിലെ കോഴി, വയനാട് കോഴിക്കോടിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്, താമരശ്ശേരി ചുരം, വയനാട് കോഴിക്കോട്. ഇത് കോഴിക്കോട് മൈസൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏത് തന്നെയാണ്, താമരശ്ശേരി ചുരം തന്നെയാണ് കേട്ടോ. അങ്ങനെ വയനാട്ടിലേക്ക് പോകുമ്പോഴാണ് പെരിയാറിൻ്റെ തീരത്ത് എന്തിനൊക്കെ കണ്ടേ, മാനും മയിലും. മാനന്തവാടി മൈസൂർ, മാനന്തവാടി, മയിൽ മൈസൂർ. എവിടെയാണ്, പെരിയാറിൻ്റെ തീരത്ത്. പെരിയഘട്ട് ചുരം, മാനന്തവാടി, മൈസൂർ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്, പെരിയഘട്ട് ചുരം. അപ്പം എന്താണ്, അവരുടെ പിന്നിൽ ആരാണ്, കൂർത്ത കണ്ണുള്ള പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്താണ്, പേരമ്പാടി ചുരം, പെരുമ്പാമ്പ്. കൂർത്ത കണ്ണുള്ള, കൂർഗ് കണ്ണൂർ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ത്, പേരമ്പാടി ചുരം. അപ്പോൾ ഒരു കമ്പെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. കമ്പം ചുരം, കമ്പം. പുഴയിലേക്ക്, തൊടുപുഴ, കമ്പത്തിനെയും തൊടുപുഴയും. കാവിലെ പൂച്ച ചാടി വന്നു. കാവ്, ആര്യങ്കാവ് ചുരം. പൂച്ച, പുനലൂര്, ചാടി, ചെങ്കോട്ട. ആര്യങ്കാവ് ചുരം, പുനലൂര്, ചെങ്കോട്ട. എന്താണ്, പാലക്കാട് ചുരം പാലക്കാട് കോയമ്പത്തൂർ, ബോഡിനായ്ക്കന്നൂർ ചുരം ഇടുക്കി മധുര, പാൽച്ചുരം വയനാട് കണ്ണൂർ, അരുവാമൊഴി ചുരം തിരുവനന്തപുരം കന്യാകുമാരി, താമരശ്ശേരി ചുരം വയനാട് കോഴിക്കോട്, പെരിയഘട്ട് ചുരം മാനന്തവാടി മൈസൂർ, പേരമ്പാടി ചുരം കൂർഗ് കണ്ണൂർ, കമ്പം ചുരം കമ്പം തൊടുപുഴ, ആര്യങ്കാവ് ചുരം പുനലൂർ ചെങ്കോട്ട. ഇതിപ്പോൾ നിങ്ങൾ ഈ
സ്റ്റോറി ഫുള്ള് ഓർത്ത് വെക്കണമെന്നില്ല കേട്ടോ. ആ ഒരു സംഭവം മനസ്സിലുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് മാനന്തവാടിയും മൈസൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് മാനിനെയും മയിലിനെയും തനിയെ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പെരിയാറിൻ്റെ തീരത്താണ് അതിനെ കണ്ടത്, അപ്പോൾ പെരിയഗഡ് ചുരം. അങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് നമുക്ക് കുറച്ച് തവണ നമ്മൾ PYQ, അതായത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഇതായിട്ട് നമ്മൾ കണക്ട് ചെയ്താൽ നമുക്ക് തനിയെ മനസ്സിലോട്ട് വരും കേട്ടോ. ഇനി പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് കേട്ടോ. അതിലെ തന്നെ ഏറ്റവും വലിയ ചുരമാണ് ഇത്, പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിനെ പറ്റി പറയുമ്പോൾ എന്താണ്? കോയമ്പത്തൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? പാലക്കാട് ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കുമിടയിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ ഞാൻ ലാസ്റ്റ് ആഡ് ആക്കിയിട്ടുണ്ട്. പാലക്കാട് ചുരം എന്തിനെ ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയണത്? നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അതേപോലെ NH 544, NH 544 പഴയ പേരെന്താണ്? NH 47 അല്ലെങ്കിൽ NH 544 കടന്നു പോകുന്ന ചുരമാണ് നമ്മുടെ പാലക്കാട് ചുരം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക്, നമ്മൾ പറഞ്ഞു പാലക്കാട് ചൂട് കൂടാനുള്ള കാരണമാണ് ഈ പാലക്കാട് ചുരം. അപ്പോൾ എന്താണ്? തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്ക് കടത്തിവിടുന്നു. കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും കടത്തിവിടുന്നു കേട്ടോ. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ഇനി കുറച്ച് ദേശീയപാതകൾ നോക്കാം. ബോഡിനായ്ക്കന്നൂർ ചുരത്തിലൂടെ ഏതാണ്? NH 85 ആണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ NH 744 ആണ്. പാലക്കാട് NH 47 അല്ലെങ്കിൽ 544. വയനാട് ചുരത്തിലൂടെ NH 766 766 അല്ലെങ്കിൽ NH 211 കേട്ടോ. അടുത്ത് നമുക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാം. കേരളത്തിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതും മുമ്പ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വരുന്നത്. അതേപോലെ കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പന്നിയൂർ, കണ്ണൂർ. എവിടെയാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം? പന്നിയൂർ, കണ്ണൂരാണ് കേട്ടോ കുരുമുളക് ഗവേഷണ കേന്ദ്രം വരുന്നത്. സുഗന്ധവിള ചോദിച്ചാൽ എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ കിഴങ്ങ് ചോദിച്ചാൽ തിരുവനന്തപുരം, തോട്ടവിള കാസർഗോഡ്, കുരുമുളക് പന്നിയൂർ, സുഗന്ധവിള കോഴിക്കോട്. അടുത്ത എവിടെയാണ്? ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട്, തിരുവനന്തപുരം. ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പാലോട്, തിരുവനന്തപുരം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓടക്കാലി. ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം വരുന്നത്. ഇനി കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാണ്? അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഇൻഡസ്ട്രീസ് കൂടെയുള്ളത് എവിടെയാണ്? എറണാകുളത്താണ് കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം. കശുവണ്ടി വ്യവസായത്തിൽ ഒന്നാമതുള്ള ജില്ല ഏതാണ്? കൊല്ലമാണ്. കശുവണ്ടി വ്യവസായത്തിൽ ഒന്നാമതുള്ള ജില്ല കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത തൊഴിൽ മേഖല ഏതാണ്? കയർ വ്യവസായമാണ് കേട്ടോ. പരമ്പരാഗതമായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിൽ മേഖലയാണ് കയർ വ്യവസായം. ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയാണ്. നമുക്ക് കൂടയിൽ കോട്ടയം റബ്ബർ ഉൽപ്പാദനം കൂടയിൽ കോട്ടയത്താണ്. നമുക്ക് കോട്ടയം എന്ന് പോകാനായിട്ടുള്ളൊരു ടച്ച് വരും. ഒരിക്കലല്ല, ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ്? കൊച്ചിയാണ് കേട്ടോ. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ തന്നെ ടൂറിസത്തിന് ഒരു വ്യവസായമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കേരളത്തിലെ രണ്ടാമത്തെ, നമ്മൾ ആദ്യത്തെ പ്രധാന പരമ്പരാഗത പറഞ്ഞു കയർ വ്യവസായം, രണ്ടാമത്തെ പരമ്പരാഗത തൊഴിൽ മേഖലയാണ് കൈത്തറി. അതേപോലെ ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ്? കാപ്ലറ്റ്സ്. ഏതാണ്? കശുവണ്ടി. ഏത് വ്യവസായ മേഖലയിലെ സഹകരണ സ്ഥാപനമാണ് കാപ്ലറ്റ്സ് എന്ന് ചോദിച്ചാൽ കശുവണ്ടി കേട്ടോ. കശുവണ്ടി മേഖലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാക്ടറികളുള്ള ജില്ലയാണ് ഇത്? എറണാകുളം. നമ്മൾ പറഞ്ഞു എന്താണ്? വ്യാവസായിക തലസ്ഥാനം തന്നെയാണ് എറണാകുളം. സാംസ്കാരിക തലസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം, സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. വ്യാവസായിക തലസ്ഥാനം ഏതാണ്? നമ്മുടെ
എറണാകുളം. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് എവിടെയാണ്? കാസർഗോഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നതും ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്നത് എവിടെ തന്നെയാണ്? കാസർഗോഡ് തന്നെയാണ്. ഇനി കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ചോദിച്ചാലും ഏത് തന്നെയാണ്? കാസർഗോഡ് തന്നെയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ജൈവ ജില്ല ചോദിച്ചാലും കാസർഗോഡ്. സാക്ഷരതയിൽ മുന്നിലുള്ളത് ഏതാണ്? അക്ഷര നഗരി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കോട്ടയമാണ് കേട്ടോ. പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് ഏത്? നമ്മുടെ കാസർഗോഡ്. പുകയില കൃഷി ചെയ്യുന്ന ഏക ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മഞ്ചേശ്വരം. അതേപോലെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ഗ്രാമം വടക്ക് നമ്മുടെ ഏതാണ്? തലഭാഗമാണ് കേരളത്തിൻ്റെ തലഭാഗം. അപ്പോൾ ഏതാണ് വടക്കേ അറ്റത്തുള്ള ഗ്രാമം? തലപ്പാടി. തലഭാഗത്തുള്ളത് കൊണ്ട് തന്നെ തലപ്പാടി കേട്ടോ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് PYQs ആണിത്. എന്താണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിൻ്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. നമ്മൾ പറഞ്ഞു കേരളത്തിൻ്റെ ദേശീയ പക്ഷി മലമുഴക്കി വേഴാമ്പൽ. പാലക്കാട്ടിൽ അതെന്തായിരുന്നു? പാലക്കാട് ചുരം ചോദ്യം കട്ടായി പോയിട്ടോ. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം നമ്മൾ പറഞ്ഞു എറണാകുളം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മൾ പറഞ്ഞു തെക്കേ ഇന്ത്യയിലെ പശ്ചിമഘട്ടത്തിലെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതിനെയാണ്? ആനമുടി. കേരളത്തിലെ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ശരിയല്ലാത്ത. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. അല്ല, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം ഏതാണ്? ആനമുടിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. അപ്പോൾ ഇതിലേതാണ്? 2 മാത്രം ശരിയല്ല, തെറ്റാണ്. അടുത്തത് ഏതാണ്? ഇനി കുറച്ചുകൂടി PYQ ഉണ്ട്. എന്താണ് പറഞ്ഞത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി നമ്മൾ പറയാത്തതാണ് കൊല്ലം കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി എവിടെയാണ്? കൊല്ലത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞു പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കേട്ടോ. കറുത്ത മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായതാണ് എന്ത്? കറുത്ത മണ്ണ്. ഏത് 2 പർവ്വതനിരകളെയാണ് വേർതിരിക്കുന്നത് എന്ന് ചോദിച്ചു നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജില്ലയാണ് കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നത്? ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ക്ലാസ് നല്ലോണം നോട്ട് ചെയ്യുക. നോട്ട്സുകളൊക്കെ കറക്റ്റ് നമ്മൾ നോക്കി വെക്കുക. നമുക്ക് അടുത്ത ഞായറാഴ്ച നാളെ ഇതിൻ്റെ ഒരു റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും. പ്ലസ് അടുത്ത ഞായറാഴ്ച ഇതിൻ്റെ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു 10 PYQ 10 കറണ്ട് അഫെയർ തുടങ്ങിയിട്ടുള്ളത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം? നദി, കായൽ, അതേപോലെ നമ്മുടെ വന്യജീവി സങ്കേതം, ശുദ്ധജല തടാകം തുടങ്ങിയിട്ടുള്ള കേരളത്തിൻ്റെ വസ്തുതകളാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കുന്ന പോയിൻറ്റ്സുകൾ കമൻറ്റ് ബോക്സിൽ ആഡ് ആക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെ കമൻറ്റ് ബോക്സിലെ ഉത്തരങ്ങൾ കൂടി നമുക്ക് റിവിഷനിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.